ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ആൽഫമാണ്, നല്ല ടേസ്റ്റി ആൽഫമാണ്. പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു ആൽഫമാണ്. നമുക്കിതിൻ്റെ റെസിപ്പി നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ട് ഞാനൊരു മിക്സി ജാറിലേക്കോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ജാറിലേക്കോട്ട് കുറച്ച് പച്ചമുളകും ഒരു സവാളയും കുറച്ച് പുതിനയിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. പുതിനയിലയും മല്ലിയിലയും ഒരു പിടി ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്കോട്ട് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം, കുറച്ച് മുളക് പൊടി. ഇനി നമുക്ക് ഒരു നാരങ്ങേൻ്റെ നീര് ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പ് ചിക്കനിലേക്കോ അല്ലെങ്കിൽ ആ മസാലയിലേക്കോട്ടോ ജസ്റ്റ് ഒന്ന് ഇട്ടതിന് ശേഷം നല്ലതുപോലെ ആ മസാല ചിക്കനിലേക്കോട്ട് പുരട്ടി കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കളർ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതിയേ, അല്ലെങ്കിൽ ആവശ്യമില്ല. ഇനി നമുക്കിതൊരു 1/2 hour റെസ്റ്റിന് വെക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ആൽഫ ഉണ്ടാക്കാൻ എടുത്തേക്കുന്നത് എയർ ഫ്രയറാണ്. അതൊരു 5 minutes പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്കൊരു ബട്ടർ പേപ്പർ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു എയർ ഫ്രയറിൻ്റെ ഷീറ്റ് കിട്ടും, അത് യൂസ് ചെയ്യാം. അതിൻ്റെ അകത്തേക്കോട്ട് ചിക്കൻ പീസസ് വെക്കാം. എന്നിട്ട് ഇതൊന്നൊരു 5 minutes വേവിക്കണം. നമുക്കൊരു ബൗളിലേക്കോട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്കോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കോട്ട് കുറച്ച് സോയാ സോസും കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർക്കണമേ. ഇനി നമുക്കിതിലേക്കോട്ട് കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്കോട്ട് കുറച്ച് നാരങ്ങ നീരും കൊണ്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ ചിക്കൻ്റെ ഒരു സൈഡ് വെന്ത് കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ആ ചില്ലി ഫ്ലേക്സിൻ്റെ ആ ഒരു മിക്സ് ഇതിൽ ഒന്ന് നല്ലതുപോലെ പുരട്ടി കൊടുക്കണം. എന്നിട്ട് നമുക്കിത് ഒന്നും കൂടെ ഒരു 5 minutes ഒന്ന് വേവിക്കണം. എന്നിട്ട് നമുക്ക് തിരിച്ചിട്ടാൽ മതി. അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് നല്ലതുപോലെ തിരിച്ച് വെച്ച് വേവിച്ചെടുക്കാം. ആ ചില്ലി ഫ്ലേക്സിൻ്റെ മിക്സ് ഇതിൻ്റെ മേളിൽ കൂടെ ഒന്ന് ബ്രഷ് ചെയ്യാൻ മാത്രം മറക്കല്ലേ. ഇപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആൽഫാം റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല മണവും നല്ല ടേസ്റ്റിയാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണ്. ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.